നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ പാവയ്ക്കക്കറി. പാവയ്ക്കക്കറി എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കേണ്ട, പാവയ്ക്കയ്ക്ക് അധികം കയ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുക. കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ മടി വിചാരിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയാക്കാം. കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് മസാലകളും ഒക്കെ ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പാവയ്ക്കക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു പാവയ്ക്ക പാൽക്കറി ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടാവും. അപ്പോൾ എപ്പോഴും പാവയ്ക്കയുടെ റെസിപ്പികൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കയ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക. ആ പഞ്ചസാര ചേർത്തതുകൊണ്ട് കറിയുടെ ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയില്ല കേട്ടോ. കയ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. കയ്പില്ലാത്ത പാവയ്ക്കാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം മാത്രമേ ഈ ഒരു പാവയ്ക്ക പാൽക്കറിയിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാവയ്ക്ക പാൽക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാവയ്ക്ക പാൽക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം വെയിറ്റ് വരുന്ന പാവയ്ക്കാണ്. അതിലേക്ക് ഒരു തക്കാളി, ഒരു സവോള, ചെറിയ തക്കാളിയാണ് കേട്ടോ, ഇത്രയുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, 4-5 ഉള്ളി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. നമ്മൾ സാധാരണ പാവയ്ക്ക തീയലിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെയല്ല, ഈ ഒരു പാവയ്ക്ക പാൽക്കറിക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. പാവയ്ക്കയുടെ സീഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം, ഞാൻ കഴുകി എടുത്തിരിക്കുന്ന പാവയ്ക്കാണ്. ഇനി സീഡ്സ് റിമൂവ് ചെയ്തിട്ട് പാവയ്ക്ക കഴുകി എടുക്കില്ല. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്തെടുക്കുക പാവയ്ക്ക പാൽക്കറിക്കാവുമ്പോൾ. അപ്പോൾ ഇതുപോലെ പാവയ്ക്ക മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ആദ്യം പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, സമയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ വയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. ഈ പൊടികൾ നമ്മുടെ പാവയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ആവണം. പിന്നെ മിക്സ് ആയി വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പാവയ്ക്കയിലേക്ക് നന്നായിട്ട് പൊടികൾ മിക്സ് ആയി വന്നോളും. പക്ഷെ നമ്മളൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടികൾ വെള്ളം ചേർക്കാതെ തന്നെ പാവയ്ക്കയിലേക്ക് മിക്സ് ആയി വന്നോളൂ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കില്ല. മല്ലിപ്പൊടി നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോഴേ ചേർക്കുള്ളൂ. പാവയ്ക്കയിലേക്ക് മല്ലിപ്പൊടി ഇപ്പോൾ ചേർക്കില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു കറിയിൽ ഇഞ്ചിയുടെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പാവയ്ക്കയിലേക്ക് പൊടികൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ സവോള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. തക്കാളിയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ പാവയ്ക്ക മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചിയും സവോളയും പച്ചമുളകും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി സവോള ഒന്ന് ഇളക്കി നന്നായി കുക്കായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഇപ്പോൾ നമ്മളിനി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. സവോള ഒന്ന് കുക്കായി വന്നിട്ടേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുള്ളൂ. ഉപ്പും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് നമ്മൾ പാവയ്ക്കയിൽ ചേർത്തതുകൊണ്ട് ഇനി പാവയ്ക്ക ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ സവോളയുടെ കളറൊന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇനി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് കുക്കായി വരട്ടെ. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാല പൊടികൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. പാവയ്ക്ക ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പാവയ്ക്ക ഈ എണ്ണയിലൊന്ന് കുക്കായി വരണം. അപ്പോൾ പാവയ്ക്കയിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും കുക്കായിക്കോളും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുകയാണ്. പാവയ്ക്ക ഒന്ന് കുക്കായി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പാവയ്ക്ക ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ഉടഞ്ഞു പോകണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയാക്കി 1/4 പാൽ ചേർക്കുന്നതിന് മുന്നേ ആയിട്ടൊരു തക്കാളിയുടെ 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം മുറിച്ച് ചേർക്കാം. പിന്നെ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം. ഇതാകുമ്പോൾ വളരെ ചെറിയ പുളി ഉണ്ടാവുള്ളൂ. ഇനി തക്കാളിയും പാവയ്ക്കയും എല്ലാം ചേർത്ത് വീണ്ടും 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2/2 പാൽ ചേർക്കാം. അപ്പോൾ ഞാൻ 1.25 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ആദ്യം ഒന്ന് തേങ്ങയും വെള്ളവും ചേർത്ത് അടിച്ച് പിഴിഞ്ഞെടുത്തു. അപ്പോൾ 1/4 പാൽ അങ്ങനെയാണ് എടുത്തത്. 2/2 പാൽ എടുത്തത് ബാക്കിയുള്ള ആ പിഴിഞ്ഞ് ബാക്കി എടുത്തിരിക്കുന്ന തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചു. അതിനുശേഷം പിഴിഞ്ഞെടുത്തു. അങ്ങനെയാണ് 2/2 പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് നമ്മൾ പാവയ്ക്കയിലേക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ സവാളയിലേക്കൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി തുടങ്ങി. പാവയ്ക്കൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ നേരത്തെ കറി തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പാവയ്ക്ക കയ്പുള്ള പാവയ്ക്ക ആണെന്നുണ്ടെങ്കിൽ 2 പിഞ്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ആ കയ്പൊന്ന് കുറയും. ഇതിപ്പോൾ കയ്പില്ലാത്ത പാവയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 പച്ചമുളക് ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പാവയ്ക്ക കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. അപ്പോൾ പാവയ്ക്ക കഷ്ണങ്ങൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഇപ്പോൾ ഒരുവിധം കുക്കായിട്ടുണ്ട്. തക്കാളി അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ ഒരു തക്കാളിയുടെ 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം ചേർക്കാമെന്ന് പറഞ്ഞത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രേവി എത്ര വേണം എന്നുള്ളതനുസരിച്ച് 1/4 പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് 1/4 പാലിൽ ചേർത്തിട്ടുള്ളൂ. 1/4 കപ്പ് എടുത്തിട്ട് ഇത്രയും മതി. കുറേ അങ്ങ് ഗ്രേവി ആയി പോകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് ആവി വരണം. 1/4 പാൽ ചേർത്തിട്ട് തിളക്കരുത്. നന്നായിട്ട് അങ്ങ് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി ഒന്നുകൂടി ഒന്ന് കുറുകും. തേങ്ങാപ്പാൽ ചേർക്കുന്ന കറികളൊക്കെ ഒന്നുകൂടി കുറുകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് വറവ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ ഈ കറിക്കൊക്കെ വളരെ കുറച്ച് കടുക് മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുള്ളൂ. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് കളർ മാറി വരട്ടെ. ഉള്ളിയുടെ കളർ മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വല്ലാതെ ഇങ്ങോട്ട് കളർ മാറിപ്പോകണ്ട. ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട. അപ്പോൾ കറിക്ക് ചെറിയൊരു കയ്പ്പ് വരും ഉള്ളി ഓവർ കുക്കായിട്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതിന് കറിയിലേക്ക് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാവയ്ക്ക പാൽക്കറി റെഡി ആയി കഴിഞ്ഞു. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. പിന്നെ പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പാവയ്ക്ക പാൽക്കറി ഉണ്ടാക്കി കഴിക്കുക. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ കറി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.